بسم الله عظيم القدرة والشان شديد البطش والبرهان حفظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلته التي أدركني يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين لو كان للعلم من دون التقى شرفوا لكان أفضل خلق الله إبليس ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ വന്യരായ ഉസ്താദ് അവറുകളെ, സുഹൃത്ത് അബ്ദുസ്സലാം അൻവരി അവറുകളെ, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹല്ല് ജമാഅത്തിന്റെ അജയ്യനായ സെക്രട്ടറി പത്തത്ത് ആരിഫ് സാഹിബ് അവറുകളെ, സുഹൃത്ത് സലീം, അതുപോലെ മറ്റ് കാരണവന്മാരെ, ഉസ്താദന്മാരെ, ആലിമീങ്ങളെ, സുദീർഘമായി സംസാരിക്കാനുള്ള ഒരു ഇടം ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ തമ്പുരാൻ ഇതുപോലെ അവന്റെ ജന്നാത്തുൻ നഈമിലും നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ശിഷ്യഗണങ്ങൾ, സ്നേഹജനങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അറിവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിന് നൽകിയതായ മഹാത്മ്യം ലോകത്ത് ഒരു വസ്തുവിനും നൽകിയിട്ടില്ല. ഏറ്റവും
ഉന്നതിയിൽ നിൽക്കുന്നത് അറിവും അറിവുള്ളവരും തന്നെയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇമാം നിസായി അവിടുന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. വല അൻ തഗ്ദുവ ഫതഅല്ലമ ബാബൻ മിനൽ ഇൽമി ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റകഅ. വല അൻ തഗ്ദുവ, നീ രാവിലെ പോവുക എന്നത്, ഫതഅല്ലമ ബാബൻ മിനൽ ഇൽമി, അങ്ങനെ അതിപ്രഭാതത്തിലെ നീ പോയി അറിവിലെ ഒരു അധ്യായം നീ അവിടെ നിന്ന് കരസ്ഥമാക്കുക എന്നത് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റകഅ അമില ബിഹി ഔ ലം യഅമൽ. അങ്ങനെ കൂടെ ഹദീസിലുണ്ട്. ആ പഠിച്ച ആ പകർന്ന അറിവ് അവന്റെ ജീവിതത്തിൽ അവൻ പകർത്തട്ടെ പകർത്താതിരിക്കട്ടെ, രണ്ടായാലും കേവലം അറിവ് പഠിക്കുക എന്നത് തന്നെ ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റകഅ. നീ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണ്, ശ്രേഷ്ഠമാണ്. ഒരു പകലുകൊണ്ട്, കേവലം ഒരു പകലുകൊണ്ട് 1000 റക്അത്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിയുമോ? ഇല്ല. അതല്ലെങ്കിൽ കേവലം ഒരു രാത്രി കൊണ്ട് 1000 റക്അത്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിയുമോ? ഇല്ല. ഈ 1000 റക്അത്ത് ഒരു പകല് ഉപയോഗപ്പെടുത്തിയിട്ട്, അതല്ലെങ്കിൽ ഒരു രാത്രി ഉപയോഗപ്പെടുത്തിയിട്ട് നിനക്ക് ചെയ്യാൻ കഴിയാത്ത 1000 റക്അത്ത്, ആ റക്അത്തിനേക്കാൾ 1000 റക്അത്ത് നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണ് നീ അറിവിൽ നിന്ന് ഒരു അധ്യായം നുകരുക എന്നത്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത്രയും മഹത്വം അറിവിലുണ്ട്. അത്രമാത്രം മഹത്വമുള്ള ഒരു വസ്തുവും ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ബിരുദം സ്വീകരിച്ച അലിമീങ്ങളോട്, അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന സാധാരണക്കാരോട് പറയാനുള്ളത്, നാം അറിവ് എപ്പോഴും നുകർന്നുകൊണ്ടിരിക്കണം. എവിടങ്ങളിലെല്ലാമാണ് അറിവുള്ളത്, ആ അറിവുകളൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി ആരുടെ മുന്നിൽ പോയിട്ടാണെങ്കിലും ആ അറിവുകൾ അഭ്യസിക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും എപ്പോഴും ശ്രമം നടത്തണം. പ്രിയമുള്ള സഹോദരങ്ങളെ, പഴയ കാലഘട്ടത്തില്, അന്ധമായ കാലഘട്ടത്തില് നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാർ അവര് പ്രയാസപ്പെട്ട പ്രയാസമൊന്നും ഇന്ന് അറിവ് അഭ്യസിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി വരുന്നില്ല. അവര് എത്രയോ മാസക്കാലങ്ങൾ നീണ്ട യാത്ര ചെയ്തിട്ടാണ് കേവലം ഒരു ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്തവര് മഹാന്മാരുടെ കൂട്ടത്തിലുണ്ട്. അത് തന്നെ നാം ഒക്കെ യാത്ര ചെയ്യുന്ന പോലെ കാറിലല്ല, പ്ലെയിനിലല്ല, അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടല്ല, പിന്നെയോ കാൽനടയായി യാത്ര ചെയ്ത് മാസങ്ങളോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് യാത്ര ചെയ്തുകൊണ്ടാണ് കേവലം ഒരു അറിവ്, ഒരു ഹദീസ് മാത്രം സ്വീകരിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച മഹാന്മാർ നമ്മുടെ മുൻഗാമികളായുണ്ട്. അതുകൊണ്ട് അവര് അധ്വാനിച്ചതുപോലെയുള്ള അധ്വാനങ്ങളൊന്നും ഇന്ന് നമുക്ക് ആവശ്യമായി വരുന്നില്ല. നാം കേവലം ഇരുന്നേടത്ത് ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ മഹല്ലത്തിലെ ഉസ്താദിലേക്ക് അങ്ങ് പോയി
പോയും കൊണ്ട്, അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഉസ്താദിലേക്ക് പോയും കൊണ്ട്, അതല്ലെങ്കിൽ നാം പഠിച്ചിരുന്ന ദർസിലേക്ക് അങ്ങ് പോയും കൊണ്ട് പഠിച്ചാൽ മാത്രം മതി. അത്രയേ ആവശ്യമുള്ളൂ. നമുക്ക് താല്പര്യമാണ് വേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത് കണ്ടോ, അറിവ് അഭ്യസിച്ചാൽ മാത്രം പോരാ, ആ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക കൂടെ വേണം. അതല്ലേ മഹാന്മാര് പറഞ്ഞത്, ലൗ കാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫു ലകാന അഫ്ളല ഖൽഖില്ലാഹി ഇബ്ലീസു. തഖവയില്ലാതെ, ഭയഭക്തിയില്ലാതെ, അല്ലാഹുവിനെ പേടിയില്ലാത്ത കേവലം അറിവ്, ആ അറിവാണെങ്കിൽ, അങ്ങനെയുള്ള അറിവ് ഉണ്ടെങ്കിൽ, ആ അറിവിന് വല്ല മഹാത്മ്യവും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള അറിവിന് വല്ല പൗരുഷയമുണ്ടെങ്കിൽ, ലകാന അഫ്ളല ഖൽഖില്ലാഹി ഇബ്ലീസു. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അറിവുള്ളവനായി വരേണ്ടത് ഇബ്ലീസുൽ ലഈനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അവനെ കവച്ച് വെക്കാനുള്ള അറിവൊന്നും നമുക്കില്ല. എത്ര നമ്മൾ നുകർന്നാലും, എത്ര നാം അഭ്യസിച്ചാലും, ഇബ്ലീസിനെ കവച്ച് വെക്കുന്ന അറിവൊന്നും നമുക്ക് ശേഖരിക്കാൻ സാധ്യമല്ല. അത്രയും അറിവുള്ളവനാണ് ഇബ്ലീസുൽ ലഈൻ. ആ ഇബ്ലീസുൽ ലഈനാണ് ഭയഭക്തി അങ്ങ് മാറ്റിവെക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായി വരേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ആലിമീങ്ങളെ, നിങ്ങളിൽ സഖാഫികളുണ്ട്, നിങ്ങളിൽ മഹലരികളുണ്ട്, നിങ്ങളിൽ അസ്ലമികളുണ്ട്, നിങ്ങളിൽ ജൗഹരികളുണ്ട്, നിങ്ങളിൽ എന്ന പോലെ നിങ്ങളിൽ നിസാമികളുണ്ട്. അഥവാ മുത്തവ്വൽ ബിരുദം സ്വീകരിച്ചവരാണ് നിങ്ങളിൽ അധിക പേരും. ഈ വർഷം നിളാമിയ അറബി കോളേജിലേക്ക് പോയ, അവിടെ പോയി പരീക്ഷ എഴുതിയ 5 ആളുകൾ അല്ലാത്ത എല്ലാവരും മുത്തവ്വൽ ബിരുദമുള്ളവരാണ്. നാം നൽകുന്ന ബിരുദം മുഖ്തസർ ബിരുദമാണ്, ആലിം നാശിരി ബിരുദമാണ്. എന്നാൽ നിങ്ങൾ കരസ്ഥമാക്കിയത് ഫാദിൽ ജൗഹരി, ഫാദിൽ മഹലരി, ഫാദിൽ സഖാഫി, ഫാദിൽ നിളാമി തുടങ്ങുന്ന ആ ആലിം എന്ന് പറയുന്നതിന്റെ മേലെ ഗ്രേഡുള്ള ബിരുദം കരസ്ഥമാക്കിയവരാണ് നിങ്ങൾ. അതിന്റെ താഴെ ഗ്രേഡിലുള്ള ബിരുദമാണ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഇപ്പോൾ നാം നൽകിയിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയാണ് നൽകിയത്? ഉസ്താദന്മാരോട് നിങ്ങൾക്ക് കടപ്പാടുകളുണ്ട്. നിങ്ങളുടെ പരമ്പരയിലുള്ള ഉസ്താദന്മാർ, ആ ഉസ്താദന്മാരോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്നോട് മാത്രമല്ല, എന്റെ അഭിവന്ദ്യരായ ഉസ്താദിനോടും, ആ ഉസ്താദിന്റെ ഉസ്താദുമാര് ആരെല്ലാം ഉണ്ടോ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടുന്ന 41 പേരടങ്ങുന്ന ആ കണ്ണികളിലുള്ള എല്ലാ ആലിമീങ്ങളോട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. ഹബീബായ തങ്ങളോട് മുട്ടുന്ന 41 വരുന്ന അംഗങ്ങളാണ് എന്റെ ഉസ്താദന്മാരായി വരുന്നത്. അവരോടൊക്കെ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, അവരോടൊക്കെ നിങ്ങൾക്ക് കടപ്പാടുണ്ട്. ആ നേതാക്കന്മാർ, നമ്മുടെ പ്രമുഖരായ ഉസ്താദന്മാർ കാണിച്ചു തന്ന വഴി വിട്ട് ഏത് വഴിയാണെങ്കിലും, എത്ര വലിയ സാമ്പത്തികമായ പ്രൗഢി നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും, എത്ര വലിയ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും, ആ 41 കണ്ണികൾ അടങ്ങുന്ന മഹാന്മാരായ ആലിമീങ്ങൾ അവര് പഠിപ്പിച്ചു തന്ന പാത വിട്ട് മറ്റൊരു വഴിയിലേക്ക് നാം തെന്നി മാറാൻ പാടില്ല. അങ്ങനെ തെന്നി മാറുന്നുവോ അപ്പോൾ തന്നെ ആ
കടലാസ് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ബന്ധം അതോടുകൂടെ നഷ്ടപ്പെടും. ഉസ്താദമാരോടുള്ള ബന്ധം അതോടുകൂടെ നഷ്ടപ്പെടും എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരോട് നമുക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ അയൽവാസികളോട് ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്. എന്നാൽ ഏറ്റവും വലിയ കടപ്പാടിരിക്കുന്നത് നമ്മുടെ സ്വന്തം പിതാവായ വാപ്പയേക്കാൾ, നമ്മുടെ പിതാവായ ഉമ്മയേക്കാൾ ഏറ്റവും വലിയ ബാധ്യത നമുക്കുള്ളത് നമ്മുടെ ഉസ്താദന്മാരോടാണ്. ഇതുകൊണ്ടല്ലേ മഹാനായ ഇസ്കന്ദർ റളിയല്ലാഹു അൻഹുവിനോട് ആരോ അന്വേഷിക്കുകയാണ്. മഹാനായ ദുൽഖർനൈനി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആരോ അന്വേഷിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉസ്താദമാരോടാണോ ബാധ്യത, അതോ നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനോടാണോ നിങ്ങൾക്ക് കൂടുതൽ ബാധ്യത എന്ന് മഹാനായ ദുൽഖർനൈനി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ അന്വേഷിച്ചപ്പോ മഹാനായ ദുൽഖർനൈനി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്ന അബീ അൻസലനി മിനസ് സമാഇ ഇലൽ അർളി, എന്റേതായ പിതാവ് ആകാശമണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്നെ ഇറക്കിയിട്ടുണ്ട്. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്റെ പിതാവ് എന്നെ ഇറക്കി. അതേ സമയത്ത് വഇന്ന ഉസ്താദി വഅന്ന ഉസ്താദി റഫഅനി മിനൽ അർളി ഇലസ് സമാ, എന്റെ അഭിവന്യരായ ഗുരുനാഥൻ, എന്റെ അഭിവന്യരായ ഉസ്താദ് എന്നെ ഭൂമി ലോകത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മഹാനായ ദുൽഖർനൈനി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും ബാധ്യത, കടപ്പാട് ഒരർത്ഥത്തിൽ ഉസ്താദിനോടുണ്ട്, ഉസ്താദമാരോടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എന്ന് വെച്ചിട്ട് എപ്പോഴും പാരിതോഷികങ്ങൾ ഉസ്താദിന് നിങ്ങൾ കൊളന്നു കൊടുക്കണമെന്നല്ല പറയുന്നത്. ഉസ്താദുമാര് നമ്മെ പഠിപ്പിച്ച ആ ചര്യ വിട്ട് ഒരു കാരണവശാലും തലമറക്കാത്ത സാഹചര്യം നമുക്കുണ്ടായിക്കൂടാ. നമ്മുടെ ഔറത്ത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണ് എന്ന് നാം പഠിച്ചതാണ്. അന്യ പുരുഷന്മാരുടെ മുന്നില്, നമ്മുടെ അന്യ സ്ത്രീകളുടെ മുന്നില് നമ്മുടെ ശരീരം മുഴുവനും ഔറത്താണ്. അതുകൊണ്ട് എപ്പോഴും സർട്ട് ധരിക്കേണ്ടതാണ്. എപ്പോഴും അന്യ സ്ത്രീകളുടെ മുന്നില് നമ്മുടെ ശരീരം ഫുള്ളും ഔറത്താണ് എന്നൊക്കെ നാം പഠിച്ചതാണ്. ആ പഠിച്ച വഴിയിൽ നിന്ന് ഒരു പണു അളവ് നാം വ്യതിചലിക്കാൻ പാടില്ല. അങ്ങനെ നാം വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ആലിമീങ്ങളെ, ഉസ്താദന്മാരോടുള്ള ആ ബന്ധത്തില് നമുക്ക് ഉലച്ചില് സംഭവിക്കുമെന്ന് നിങ്ങൾ സാന്ദർഭികമായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും സ്വീകരിക്കലും കേൾവിയും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നാമൊക്കെ എത്രയോ വളരെ വലിയ നല്ല നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇന്നിവിടെ അറിവ് പഠിച്ചിട്ടുള്ളത്. ഈ പള്ളി ദർസിൽ ഞാൻ ഈ നാട്ടുകാരെ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല. ഇവിടത്തെ ഭക്ഷണം കഴിച്ചാൽ വീട്ടിൽ ചെന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ഭക്ഷണം പറ്റുന്നില്ല. ആ രൂപത്തിൽ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകിക്കൊണ്ടാണ് ഈ നാട്ടുകാര് നമുക്ക് അറിവ് പകരാൻ വേണ്ടി സഹായം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നാം അത് മറക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, മുൻഗാമികള് മുന്നോട്ടൊന്നും കൂടുതൽ സഞ്ചരിക്കേണ്ട. ഞാൻ തന്നെ പഠിച്ചത് ഞാൻ ഓർത്ത് പഠിക്കുന്ന സമയം ഞാൻ ഓർത്തു പോവുകയാണ്. വന്യരായ ഉസ്താദിന്റെ മുന്നിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കുരുവമ്പലത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം കുളത്തിന്റെ പടവിൽ ഞാൻ ബോധരഹിതനായി വീണുപോയി. അന്നേരം വന്യരായ ഉസ്താദ് എന്നോട് പറഞ്ഞത്, ഉസ്താദിനെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശ്രമമില്ലാത്തത് കൊണ്ടാണ്. എപ്പോഴും അധ്വാനിച്ച് പഠിച്ച് ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കാതെ എപ്പോഴും അറിവ് പഠിച്ച് ശരീരത്തിന് വിശ്രമമില്ലാത്തത് കൊണ്ടാണ്
നീ ആ കുളത്തിന്റെ പടവിൽ ബോധം കെട്ടി വീണിട്ടുള്ളത്, അതുകൊണ്ട് വിശ്രമം അല്പം വേണം എന്ന് ഉസ്താദ് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് എല്ലാം നാം പഠിച്ചവരാണ്, എല്ലാം നമുക്ക് തികഞ്ഞിട്ടുണ്ട്. എനിക്ക് സഖാഫി ബിരുദമുണ്ട്, ആശിരി ബിരുദം എന്റെ കയ്യിലുണ്ട്, എല്ലാ അറിവുകളും എല്ലാ സർട്ടിഫിക്കറ്റുകളും എന്റെ കയ്യിലുണ്ട് എന്ന നിലയ്ക്ക് പഠനം നിർത്തേണ്ടവരല്ല നാം. എപ്പോഴും ആലിം എന്ന ടൈറ്റിൽ നമുക്കുണ്ടെങ്കിലും നമുക്ക് മുതഅല്ലിമുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി അറിവിന് വേണ്ടി നമ്മുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി പരമാവധി അറിവുകൾ ശേഖരിക്കുകയും ആ അറിവനുസരിച്ച് ജീവിതം പുലർത്താൻ വേണ്ടി, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അങ്ങനെ നാം എല്ലാ അറിവുകളും അഭ്യസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായാലും നാം പേടിക്കേണ്ടതില്ല, അതിനും നൂറുകണക്കിന് അനുഭവങ്ങളാണ്. കേരളത്തിലെ സമുന്നതനായ ഒരു വലിയ എന്റെ അരികത്തേക്ക് ആളെ പറഞ്ഞേക്കുന്നു, നിങ്ങള് ഇവിടെ വന്ന് ദർസ് നടത്തണോ. അങ്ങനെ ഞാൻ മുതഅല്ലിമീങ്ങളെയും കൂട്ടി അതാ ഉസ്താദിന്റെ ഹളറത്തിലേക്ക് പോവുകയാണ്. ആ ഉസ്താദ് ഇത് ഈ അടുത്ത് ഫാദിരി ബിരുദം കൊടുത്തിരുന്ന ഫാദിരി ബിരുദം കൊടുത്തിരുന്ന കോളേജ് CM മർക്കസ് തെന്നല. ആ തെന്നല CM മർക്കസിൽ എന്നെ കൊണ്ടുപോയി ദർസ് തുടങ്ങി തന്നു. അങ്ങനെ ഉസ്താദ് ദർസ് തുടങ്ങി തന്ന് ഉസ്താദ് അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്നായതുകൊണ്ട് പല കിതാബുകളും എടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഉസ്താദ് ദർസൊക്കെ തുടങ്ങി തന്ന് അതിന്റെ ശേഷം എല്ലാവരും പോയതിന്റെ പിറകെ ഞാൻ വീട്ടിലേക്ക് കിതാബ് എടുക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ കിതാബൊക്കെ എടുത്ത് ഞാൻ വണ്ടിയും വിളിച്ച് കിതാബൊക്കെ വണ്ടിയിൽ കയറ്റി വെച്ച് CM മർക്കസിൽ ചെന്നപ്പോ CM മർക്കസിന്റെ രക്ഷാധികാരി മുസ്തഫ ബാഖവി എന്നോട് പറയുകയാണ്, ഉസ്താദ് നിങ്ങൾക്കൊരു എഴുത്ത് തന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖമായ പള്ളിയിൽ, കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പള്ളിയിൽ നല്ല പ്രസംഗിക്കുന്ന ഒരു ഉസ്താദിനെ വേണോ, അതുകൊണ്ട് നിങ്ങൾ മസ്ജിദുൽ ഫത്ഹ് കൊണ്ടോട്ടിയിലേക്ക് പോകണോ. അങ്ങനെ ഞാനതാ ഉസ്താദിന്റെ ഹളറത്തിലേക്ക് എന്റെ മുതഅല്ലിമീങ്ങളെയും കൂട്ടിയിട്ട് അതാ ഉസ്താദിന്റെ അരികത്തേക്ക് ചെന്നു. ആ ഉസ്താദ് അവറുകള് അതേ മഹാനായ ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അവറുകള് അതാ എന്നെ കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്ഹിലേക്ക് അനയിക്കുകയാണ്. എന്റെ മുതഅല്ലിമീങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഞാൻ ചെന്നു. അവിടെ അപ്പോഴാണ് എന്റെ പ്രത്യേക അഭിമന്യരായ ഗുരു മഹാനായ റഈസുൽ ഉലമാ ഈ സുലൈമാൻ മുസ്ലിയാർ, ആ പള്ളിന്റെ രക്ഷാധികാരിയാണ്, പ്രസിഡന്റാണ് എന്ന് ഞാൻ അറിയുന്നത് പോലും അപ്പോഴാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഉസ്താദിന്റെ ഹളറത്തിലും ചെന്ന് അങ്ങനെ അവിടെ പോയി ജോലി തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ വീട് മഹല്ല് പള്ളി പോലുമല്ലാത്ത ആ പള്ളിയിൽ നിന്നിട്ടാണ് എന്റെ വീടിന്റെ അടിത്തറ ഞാൻ കെട്ടിയത്. അപ്പൊ ഒരു കൂട്ടര് നമ്മെ നഷ്ടപ്പെടുത്തി എന്നതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടായാൽ അല്ലാഹ് കൈവിടില്ല. ഇഖ്ലാസ് വേണോ, പേടിക്കേണ്ടതില്ല, ഭയഭക്തി വേണോ. എന്നാൽ ആര് നമ്മെ ഒന്നുമല്ലാതെയാക്കിയാലും നാം ഒന്നുമല്ലാതെയായി പോകില്ല എന്ന ഉത്തമ വിശ്വാസം നമുക്ക് വേണം. നമുക്ക് യഖീൻ വേണം. അല്ലാഹു യഖീൻ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹൈബത്ത് നൽകട്ടെ. ഈ നാട്ടുകാരോട് പറയാനുള്ള
ഉള്ളത്. നിങ്ങൾ വലിയ ഭാഗ്യവന്മാരാണ്. ഒരുപാട് സഖാഫികൾക്കും അതുപോലെ മെഹ്ദരിക്കും അസ്ലമിക്കും അതുപോലെ നിസാമിക്കും അതുപോലെ തന്നെ ജൗഹരി അടങ്ങുന്ന വലിയൊരു സംഘത്തിന് നിങ്ങളുടെ നാട്ടിൽ വെച്ച് നാശിരി എന്ന് പറയുന്ന മുഖ്തസുർ ബിരുദം കൊടുക്കാൻ പറ്റാവുന്ന ഒരു ദർസും ഒരു വേദിയും ഇവിടെ ഉണ്ടായല്ലോ. അതിനെല്ലാം ഈ നാട്ടുകാരും പരിസര നാട്ടുകാരും സഹായം ചെയ്തു തന്നതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സഹായം സ്വീകരിക്കട്ടെ. അല്ലാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കണ്ടോ നിങ്ങൾ, നാളെ മഹ്ശറയിൽ നാല് വിഭാഗം ആളുകളതാ. ഞാൻ ആദ്യം സ്വർഗത്തിൽ കടക്കോ, എന്ന് പറഞ്ഞിട്ട് നാല് കക്ഷികൾ അവിടെ വെച്ച് അതാ തിക്കും തിരക്കും കൂട്ടുന്നു. അതാരാണ് ആ നാല് കക്ഷികൾ? ഒന്ന് ധർമ്മിഷ്ഠനായ ആളുകളാണ്, ധർമ്മിഷ്ഠന്മാരായ ആളുകൾ. അതുപോലെ തന്നെ ഹാജി, അവന്റെ സമ്പത്ത് വിൽപ്പന നടത്തി ഹജ്ജ് ചെയ്തവനാണ്. ആ പണം കയ്യിൽ പിടിച്ച് അതുകൊണ്ട് പോയി വളരെ പ്രയാസപ്പെട്ട് ഹജ്ജ് ചെയ്തവനാണ് ഹാജി. ആ ഹാജിയും അതുപോലെ പണ്ഡിതനും അതുപോലെ അല്ലാഹുവിന്റെ കലിമത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ ഉന്നതിക്ക് വേണ്ടി, ഔന്നത്യത്തിന് വേണ്ടി അവിടെ പടപൊരുതിയ ഈശോയോദ്ധാക്കള് ഇവരെല്ലാം കൂടെ അതാ ഞാൻ ആദ്യം കടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിണങ്ങുമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അന്നേരം അതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുകയാണ്, ഓ ജിബ്രീലേ, ആ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഹാജിയുടെയും ധർമ്മിഷ്ഠന്റെയും പണ്ഡിതന്റെയും യോദ്ധാവിന്റെയും ഇടയിൽ നിങ്ങളൊരു തീരുമാനമുണ്ടാക്കണേ എന്ന് പറഞ്ഞിട്ട് അതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറഞ്ഞേക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ആ യോദ്ധാവിനോട് ചോദിക്കുന്നു, ആദ്യം സ്വർഗത്തിൽ കടക്കണമെന്ന മോഹമുണ്ടല്ലോ, ഇതിനു വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് അവിടുന്ന് ഷഹീദിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, ഖതൽതു ഫിൽ മഅരികതി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ ഔന്നത്യത്തിനോ അതിൻ്റെതായ ഉന്നതിക്കും വേണ്ടി അടർക്കളത്തിലിറങ്ങി പോരാടി ഞാൻ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിന്റെ ഔന്നത്യത്തിന് വേണ്ടി അടരാടിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ശുഹദാഇന്റെ മഹാത്മ്യം നിങ്ങൾ ആരിൽ നിന്നാണ് ഗ്രഹിച്ചത്? അന്നേരം ഷഹീദ് പറയുന്നു, മിനൽ ഉലമാ, പണ്ഡിതന്മാരിൽ നിന്നാണ്. അന്നേരം ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ലാ തഖദ്ദം അലാ മുഅല്ലിമിക, നിങ്ങളുടെ ഗുരുനാഥന്റെ മുന്നിൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുന്നത് അത് അറബുകേടാണ്, സമയമായിട്ടില്ല. വീണ്ടും അതാ ഹാജിയോട് ചോദിക്കുന്നു, നിങ്ങൾ സ്വർഗ്ഗത്തിൽ ആദ്യം കടക്കാൻ വേണ്ടി തിരക്ക് കൂടുന്നുണ്ടല്ലോ, എന്താണ് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചത്? അന്നേരം ഹാജി പറയുന്നു, എന്റെ ഉള്ളതായ പറമ്പ് വിൽപ്പന നടത്തി, എന്റെ കുഞ്ഞുങ്ങൾക്ക് മറ്റ് വീട് വെക്കാൻ ഭൂമിയില്ല, ആയുധമുള്ള പറമ്പെല്ലാം വിൽപ്പന നടത്തി അതിന്റെ പണം കയ്യിൽ പിടിച്ചാണ് ഞാൻ ഹജ്ജ് ചെയ്തത്. അന്നേരം ആ ഹാജിയോട് അവിടെ ജിബ്രീൽ ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് ഹജ്ജിന്റെ മഹാത്മ്യം നിങ്ങൾ ഗ്രഹിച്ചത്? അന്നേരം ആ ഹാജി പറയുന്നു, മിനൽ ഉലമാ, പണ്ഡിതന്മാരിൽ നിന്നാണ് ഞാൻ അത്
അത് മനസ്സിലാക്കിയത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, ലാ തഖദ്ദം അലാ മുഅല്ലിമിക, നിങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്നവനില്ലേ, ആ പണ്ഡിതനില്ലേ, അവന്റെ മുന്നിൽ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നത് ശരിയല്ല. ഇതുപോലെ സഹോദരന്മാരെ, അതാ അവിടുന്ന് പണ്ഡിതനോടും ചോദിക്കുന്നു, അതുപോലെ ധർമ്മിഷ്ഠനോടും ചോദിക്കുന്നു. അപ്പോഴെല്ലാം അവരോട് പറയുന്നു, പണ്ഡിതന്മാരിൽ നിന്നാണ് ആ സ്വതക്കയുടെ ധർമ്മത്തിന്റെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കിയത് എങ്കിൽ നിങ്ങളുടെ ഗുരുനാഥന്റെ മുന്നിൽ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാറി നിൽക്കുമ്പോൾ അവിടെ പണ്ഡിതന്മാർ, നാശിരി ബിരുദമെടുത്ത ആലിമീങ്ങള്, അതുപോലെ മദ്ഹരികള്, അതുപോലെ നിസാമികള്, ജൗഹരികള് പറയുന്നു, അല്ലാഹുവേ, ഞങ്ങള് നിന്റെ ഇൽമ പഠിച്ചത്, ഞങ്ങള് നിന്റെ അറിവ് നുകർന്നത് ഈ മഹാന്മാരായ ഈ സാധുക്കളായ ധർമ്മിഷ്ഠന്മാരുടെ ധർമ്മം ഉപയോഗപ്പെടുത്തിയാണ് ഞങ്ങൾ അറിവ് നുകർന്നത് എന്ന് പറയുമ്പോ അതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ ജന്നാശിരികൾക്ക് അറിവ് പകരാൻ വേണ്ടി, നുകരാൻ വേണ്ടി സഹായം നൽകിയവരില്ലേ, മദ്ഹരികൾക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി, അതുപോലെ നിസാമികൾക്ക് അറിവ് പഠിക്കാൻ വേണ്ടി, അതുപോലെ ജൗഹരികൾക്ക് അറിവ് പഠിക്കാൻ വേണ്ടി, അസ്ലമികൾക്ക് അറിവ് പഠിക്കാൻ വേണ്ടി, അതുപോലെ നാശിരികൾക്ക് അറിവ് പഠിക്കാൻ വേണ്ടി സഹായം നൽകിയ ഈ സാധുക്കള്, ഈ ധർമ്മിഷ്ഠന്മാര് ആദ്യം സ്വർഗത്തിലെ കടക്കട്ടെ. വഹഉലാഇ ബഅദു, ധർമ്മിഷ്ഠന്മാര് സ്വർഗത്തിൽ കടന്നിട്ടാണ്, ഈ സഹായികൾ സ്വർഗത്തിൽ കടന്നിട്ടാണ് ഹാജി കടക്കേണ്ടത്. അതുപോലെ ആ ധർമ്മയുദ്ധത്തിൽ ഇടപഴകിയ ആളുകൾ കടക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രഖ്യാപിക്കുന്ന ദിനമുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെ, ദീനിന്റെ സ്നേഹികളെ, അറിവിന്റെ സ്നേഹികളെ, നിങ്ങളുടെ സഹായം നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സഹായം ആഖിറത്തിൽ മുന്നിൽ കാണിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ വിടവാങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നാം പറഞ്ഞതിനെ, കേട്ടതിനെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അലീമായ തമ്പുരാനെ, ഞങ്ങൾ അറിവ് കുറഞ്ഞവരാണ്, ഞങ്ങൾക്ക് നല്ല അറിവുകൾ, ഏത് അറിവുകളാണെങ്കിലും ഉപകാരപ്രദമായ അറിവുകളൊക്കെ നല്ലത് തന്നെയാണ്. അത് ദീനിയായ അറിവ് മാത്രമല്ല, ഉപകാരപ്രദമായ അറിവ് ഏതെല്ലാമുണ്ടോ, അതുപോലെ തന്നെ ആസ്ട്രോണമി തുടങ്ങി ഏതെല്ലാം ഉപകാരപ്രദമായ അറിവുകളുണ്ടോ അതെല്ലാം നല്ലത് തന്നെയാണെന്ന് മഹാനായ ഇമാം അബൂ ഹാമിദിനിൽ ഗസാലി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അറിവുകളും ഉപകാരപ്രദമായ അറിവുകളൊക്കെ എപ്പോഴും നുകർന്നുകൊണ്ടിരിക്കണം എന്ന് എന്റെ മുന്നിലുള്ള അലിമീങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരവും കേൾവിയുമെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം സ്വീകരിച്ച ഈ ബിരുദം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ തമ്പുരാൻ സുന്നത്ത് ജമാഅത്തിനെ വിളംബരം ചെയ്യാനും അറിവിനെ വിളംബരം ചെയ്യാനും അതിന്റെ പ്രവർത്തകരായി മുന്നോട്ട് പോകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കേവലം അറിവ് മാത്രം പകർന്നു കൊടുത്താൽ മാത്രം പോരാ, ദീനിയായ അറിവ് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ലോകത്തെ
സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമാണ്. 2300 ജാതി ക്രിസ്ത്യാനികള് പ്രിയമുള്ളവരെ ലോകത്തുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ 36 ജാതി ക്രിസ്ത്യാനികളുണ്ട്. അവര് മിഷനറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കേരള ഗവൺമെന്റിന് 6-7 യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. എന്നാൽ ക്രിസ്ത്യാനികൾക്കായി 1500-ൽ പരം യൂണിവേഴ്സിറ്റികളുണ്ട്. പ്രിയമുള്ളവരെ, അവർക്ക് 4 ലക്ഷം ഫുൾ ടൈം പ്രവർത്തകരുണ്ട്. മാത്രമല്ല 40 ലക്ഷം വിദേശ പ്രവർത്തകർ അവർക്കുണ്ട്. ആ നിലക്കാണ് ക്രിസ്ത്യാനികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തന ഗോതയിൽ സജീവമാകേണ്ടവരാണ്. നമുക്ക് സുന്നിയാണെന്നിങ്ങനെ പറഞ്ഞു നടന്നാ പോരാ. നമ്മുടെ കൊണ്ട് കഴിയാവുന്ന സേവനങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. ഇന്ന് നമ്മുടെ സാഹചര്യം സാമൂഹിക സാഹചര്യത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അതും വളരെ ഭയാനകമാണ്. നിങ്ങൾക്കറിയുമോ, ഇന്ത്യ രാജ്യത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന്, അതുപോലെ തന്നെ മദ്യം, പ്രിയമുള്ളവരെ, ഇതിലെ 16% ചിലവാകുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഈ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഈ മദ്യത്തിലെ 16% കൊച്ചു കേരളത്തിലാണ് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 26 കോടി ലിറ്ററാണ് മദ്യം നമ്മുടെ കേരളത്തിൽ മാത്രം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് ശരാശരി കേരളത്തിലെ ഓരോ പൗരനും 11 ലിറ്റർ വീതം കുടിക്കുന്ന മട്ടില് 26 കോടി ലിറ്റർ നമ്മുടെ കൊച്ചു കേരളത്തിലെ മദ്യം വിറ്റ് ചിലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ യുവാക്കളെ ഇസ്ലാമിന്റെ തനതായ രൂപത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനും മയക്കുമരിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും എല്ലാം നമ്മുടെ സേവനങ്ങൾ ആവശ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സേവനം ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അലീമായ തമ്പുരാനെ, ഈ സംരംഭത്തിന് വേണ്ടി ഇവിടെ സഹായം നൽകിയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അടുത്ത മഹല്ലത്തിലെ സെക്രട്ടറി അടക്കം, ഈ നാട്ടുകാരടക്കം, ഈ നാട്ടിലെ ഉമ്മമാരടക്കം, എന്റെ മുത്തഅല്ലിമീങ്ങൾ അവരെ സമീപിച്ചപ്പോൾ വളരെ നല്ല നിലയ്ക്ക് സ്വീകരിച്ച് വേണ്ട സഹായങ്ങളൊക്കെ നൽകിയവരാണ്. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. തെറ്റുധാരണകളുള്ളവർക്ക് എല്ലാ തെറ്റുധാരണകളും നീ നീക്കിക്കൊടുത്ത് നല്ല ഖൽബ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബുകളെ നീ അകത്തല്ല അല്ലാഹ്, ഞങ്ങളുടെ ഖൽബുകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ തമ്പുരാനെ, എന്റെ ഉപ്പാടക്കം, എന്റെ ഉമ്മാടക്കം, എന്റെ സഹോദരനടക്കം, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞടക്കം, ഞങ്ങളുടെ ഖബർസ്ഥാനിൽ ആയിരക്കണക്കായ മുഅ്മിനീങ്ങൾ, എന്റെ ദർസിന്റെ സഹായികൾ നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ, എന്നെ സ്നേഹിക്കുന്ന, ദർസിനെ സ്നേഹിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ വിവിധ നാടുകളിലുണ്ട്. ഈ മുത്തഅല്ലിമീങ്ങൾ ഇവിടെ ബിരുദം സ്വീകരിക്കാൻ വേണ്ടി അവർക്ക് ആവശ്യമായ കോട്ട് നൽകുന്നതിന് വേണ്ടി സഹായിച്ചവർ തുടങ്ങി അർഹമുർ റഹീമേ, ഇവിടെ കൂടിയവർക്ക് ഭക്ഷണം നൽകാനും ഈ സാമഗ്രികൾക്കെല്ലാം വേണ്ടുന്ന സഹായങ്ങൾ നൽകിയ നൂറുകണക്കായ മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവർക്കും നീ മർഹമത്ത് നൽകണേ അല്ലാഹ്, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമേ, ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ശക്തരായ മുന്നോടി പോരാളികളായി മുന്നിൽ നിൽക്കാനും അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ,
തമ്പുരാനെ ഇഖ്ലാസ് നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ, ഭയഭക്തി നൽകണേ അല്ലാ. അർഹമർ റഹീമേ ദർസി ഖിയാമത്ത് നാൾ വരെ മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായങ്ങളും എല്ലായിടത്തിൽ നിന്നും നീ നൽകണേ അല്ലാ. എപ്പോഴും സഹായിക്കണേ എന്ന് പറഞ്ഞ എത്രയോ സ്നേഹജനങ്ങളുണ്ട്. അർഹമർ റഹീമേ വിവിധ നാടുകളിലുണ്ട്. എല്ലാവർക്കും നീ മർഹമത്ത് നൽകണേ അല്ലാ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ റഹ്മത്ത് നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ. അവസാനം ഞങ്ങളുടെ ഗുരുപരമ്പരയോടുകൂടെ ഞങ്ങളുടെ ഗുരുനാഥന്മാരോടുകൂടെ അർഹമർ റഹീമേ മാതാപിതാക്കളോടുകൂടെ ഭാര്യ സന്താനങ്ങളോടുകൂടെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സ്വർഗീയ പൂങ്കാവനത്തിൽ പുൽകാൻ ഒരുമിച്ച് കൂടാൻ നീ അവസരവും തൗഫീഖും നൽകണേ അല്ലാ. റബ്ബനാ ഇന്നാ നസ്അലുക അൻ തജഅല ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. اللهم سلمنا لرمضان وسلم لنا رمضان وسلمه منا متقبلا. اللهم أعزنا وأكرمنا وأعطنا ولا تحرمنا وآثرنا ولا تؤثر علينا وكلنا ولا تكن علينا. اللهم انصرنا اللهم انصرنا اللهم أعنا اللهم انصر إخواننا المجاهدين في فلسطين وفي جميع البلدان يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.